വഹാബി ചിന്തിക്കണം. ഇന്നിപ്പോൾ സമുദായ നേതൃത്വത്തിന് പിഴച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി പറയുന്നവർ ചിന്തിക്കണം. അതൊക്കെ ചിന്തിക്കണം, ആലോചിക്കണം. വനിതകളിൽ നേതൃസ്ഥാനത്തുള്ള പെണ്ണുങ്ങളിൽ ഒന്നാമത്തെ എന്നെത്തുന്നില്ല. ചിന്തിക്കണം. ആ ഒരു മാർഗത്തിലാണ് സമസ്ത കേരള ജനകീയത്തിൽ ശബ്ദപ്പെട്ടത്. ആ മാർഗത്തിലാണ് സമസ്ത കേരള ജനകീയത്തിൽ നിൽക്കുന്നത്. അതാണ് സമസ്തയുടെ മാർഗം, ഗ്രാമത്തിന്റെ മാർഗം. ഏതൊരു രോഗമുണ്ടായാലും ആ രോഗത്തിന് മങ്കൂസ്മോദിയോടിയാൽ പരിഹരിക്കുന്ന സമയമുണ്ടായിരുന്നു. അതിലൊക്കെ മുസ്ലിമീങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതിനെതിരെ വലിയ ഫലപ്പുറപ്പാട് നടത്തിയത് ഇവിടെയുള്ള വഹാബികളാകുന്നു. ഇവിടെ ആർക്കാണ് കിട്ടർത്തു സലിമത്തുള്ളത് എന്ന് ചിന്തിക്കണം. വഹാബികൾക്കത് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അവർ ഗർഭലയിൽ അഹ്ലുൽ ബൈത്ത് മുറിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കണം. അഫ്വൻ വമാജറൻ ഞാനത് പറയാറ്. ഇവിടെ ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ദീനിന്റെ ആളുകൾ? لو كان لمضي حب علي محمد فذلك لمضي لست عنه أتوب. ആര് പറഞ്ഞു? ഇമാം ശാഫിഈ. നിങ്ങൾ എന്നിൽ കാണുന്ന കുറ്റം ഞാൻ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചതാണെങ്കിൽ ആ കുറ്റം എനിക്കുണ്ടാവട്ടെ, ഞാൻ മരണം വരെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു ഇമാം ശാഫിഈ. اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم شدكم أصبتكم على الصراط أشدكم حبا لأهل بيتي. صراط പാലത്തിൽ ഏറ്റവും വാഴ്ച നിൽക്കുന്ന ആളുകൾ ഹബീബിന്റെ കുടുംബത്തെ സ്നേഹിച്ചവരാ എന്ന് റസൂലുള്ളാഹി. ഇനി ഒരു നേതാവ് ഇവിടെ വരും, അപ്പോൾ ഇസ്രായേൽ തകരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഒരു നേതാവ് വരും. ഏതാണ് നേതാവ്? നിങ്ങൾ വിചാരിച്ച നേതാവൊന്നുമല്ല, അത് മിൻ അഹ്ലി ബൈത്തിൻ നബിയ്യി. ഇനി ഒരു നേതാവ് ഇവിടെ വരും. لو لم يبق من الدنيا إلا يوما ليقول الله ذلك اليوم فيبعث رجلا من أهل بيتي. صحيح مسلم. في حديث لا يقبل إن النبي وجهه محمد بن عبد الله إمام مهدي وخبرني إمام مهدي. ഈ അഹ്ലുൽ ബൈത്ത് ഗർഭലയിൽ മുറിഞ്ഞു എന്ന് പറഞ്ഞവരാണ് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി. അവർക്ക് ഫിത്രത്ത് സലീമത്തുണ്ടോ? ചിന്തിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവർക്ക് പറ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവർക്ക് എന്ത് ഫിത്രത്തുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ തള്ളി പറഞ്ഞതാ. അഹ്ലുൽ ബൈത്തിനെ തള്ളി പറഞ്ഞതാ. അവർ ഗർഭലയിൽ മരിച്ചുപോയി. അവർ ഗർഭലയിൽ തീർന്നു പോയിട്ടില്ല. എന്റെ കുട്ടിക്കാലത്ത് ആ വാക്വാദങ്ങളാണ്. ഇപ്പോൾ പാണക്കാട്ട് പോയി നിന്ന് എന്തോ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് വല്ലാതെ പറയുന്നില്ല നോക്കാം. ഇനി ഒരാൾക്കാർക്ക് സലീമത്തുള്ളത് സുന്നികൾക്ക് വീര്യം പോരാ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. ചിന്തിക്കാം. ഉമർ വിശ്യാപുരങ്ങളുടെ വീട്ടിലേക്ക് ഞാനും ഹമീദ് ബൈത്ത് അമ്പലക്കടവ്, മോയിൻകുട്ടി മാസ്റ്റർ, മുസ്തഫ മാസ്റ്റർ മുണ്ടുമാണ്, ഞങ്ങളൊരു 12 ആളുകൾ ഒരാവശ്യത്തിന് വേണ്ടി ഉമർ വിശ്യാപുരങ്ങളുടെ വീട്ടിലേക്ക് തങ്ങൾ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ചെന്നു. ഇങ്ങനെ പറഞ്ഞു, പൂനൂരിലെ പള്ളി ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. ഞങ്ങളൊരു 10-12ഓളം ആളുകളുണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ? നേരം വൈകിയ നിർത്തണം. പൂനൂരിലെ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് ആളുകൾ വന്നിരുന്നു. ഞാനവരോട് പറഞ്ഞു, ആദ്യം പാണക്കാട്ട് അഹ്ലുൽ ബൈത്താണ് തീരുമാനിച്ചത്, ക്ഷണിച്ചാൽ മതി, എനിക്ക് ചോര പരിശോധിക്കേണ്ടി വരും. പാണക്കാട്ടെ അഹ്ലുൽ ബൈത്താണോ എന്ന് ചോര പരിശോധിക്കണമെന്ന് എഴുതിയവരാണവർ. അതുകൊണ്ട് ചോര പരിശോധിച്ചിട്ട് മതി, ഒരു ചോരയൊന്നും പരിശോധിച്ചാൽ മതിയാവില്ല, അങ്ങനെ തന്നെ പറഞ്ഞത്. കുറച്ച് കൂടുതൽ പരിശോധിക്കേണ്ടി വരും. ചിലപ്പോൾ ഖബറിൽ പറഞ്ഞ് പരിശോധിക്കേണ്ടി വരും. അത് മുസ്തഫ നബി വരെ പരിശോധിച്ചു. ആര് പറഞ്ഞു? അങ്ങനെ അത് കേട്ട ഒരു 10-12 ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പാണക്കാട്ട് അഹ്ലുൽ ബൈത്ത്, പാണക്കാട്ട് ഉമർ വിശ്യാപുരങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാനായപ്പോൾ തങ്ങളുടെ മാസികയിൽ സുന്നിയില്ലാത്ത വഖഫ് ബോർഡ് എന്ന് എഴുതിയവർ ചിന്തിക്കണം. ഇന്നത്തെ കുഞ്ഞാര ബാപ്പാക്ക് മൈസ്കരിക്കണം. സ്വന്തം ബാപ്പാക്ക് മൈസ്കരിച്ചില്ല, സ്വന്തം ബാപ്പാക്ക് മൈസ്കരിച്ചില്ല. നിങ്ങൾ വയ്ക്കലില്ലേ?
നിങ്ങൾക്ക് പൈസയില്ലേ? അസുവൻ നിങ്ങൾക്ക് പൈസയില്ലേ? അല്ല, നിങ്ങൾ പൈസയില്ലേ? സ്വന്തം ബാപ്പാക്ക് പൈസ തിരിക്കാത്തവൻ, റമളാനിൽ പരസ്യമായി ഭക്ഷണം കഴിച്ചവൻ, ഈ കഴിഞ്ഞ തൊട്ടടുപ്പ് ഉയർപ്പോലും നടനാട് തീറ്റിലെ ആടുപാടി ആഘോഷിച്ചവൻ. എന്തിനാ വക്കുപ്പിന്റെ മുതല് അള്ളാന്റെ ദീൻ നിലനിൽക്കാൻ മതി. ഇത് ചെയർമാന്റെ കഥ പറയാം. മഹാനായ സ്ഥാപനങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാനായപ്പോൾ സുന്നിയില്ലാത്ത വഖഫ് ബോർഡ് എന്ന് എഴുതിവിട്ടവർ കമ്മ്യൂണിസം ഉണ്ടാക്കിയത്. എനിക്ക് തോന്നിയത് പറയാൻ വേണ്ടിയാണ് എന്റെ വിളിച്ചത്. അത് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നിയത് പറയാൻ വേണ്ടി എന്നെ വിളിച്ചത്. അങ്ങനെ തന്നെയല്ലേ? അല്ല, അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്ക് പറയാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ഹക്ക് പറയാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആരും ആടിന്റെ കഴുത്തിലെ മുലയെ തൂങ്ങണ്ട, ഇത് പാടില്ല. ഇപ്പോൾ ചില ആളുകൾ മുലയാന്ന് വിചാരിച്ചിട്ട് ആടിന്റെ കഴുത്തിലെ മുലയെ തൂങ്ങാൻ നോക്കുകയാണ്. വെറുതെ കൈ കേടാക്കണ്ട. ഒരു പാലില്ല കൂട്ടരെ, ഒരു പാലുണ്ടാവില്ല കൂട്ടരെ, അത് പാലില്ല, അത് പാലൊന്നും ഉണ്ടാവില്ല. അത് കഴുത്തിലെ മുലയാണ് കൂട്ടരെ, അത് സാധനം മച്ചിയാണ് കൂട്ടരെ, അത് സാധനം മച്ചിയാണ്, അത് കഴുത്തിലെ മുലയാണ്, അതിലൊന്നുമില്ല. എന്തിനൊന്നും പറയുക നേരം കളഞ്ഞു വെറുതെ നേരം കളയണ്ട. എന്നിട്ട് എന്തൊക്കെ പണിയുണ്ട് ദുനിയാവില് ഒക്കെ എടുക്കൂടെ? വളരെ നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ടവർ വഖഫ് ബോർഡിന്റെ ചെയർമാനായപ്പോൾ സുന്നിയില്ലാത്ത വഖഫ് ബോർഡ് എന്ന് എഴുതിവിട്ടവർ നിങ്ങൾ ആലോചിക്കണം. ഞാൻ അടുത്ത സമ്മേളനത്തിന് വേണ്ട, അതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ നമുക്കൊരു വാദപ്രതിവാദം വെക്കാം. 1848 കമ്മ്യൂണിസം ഉണ്ടാക്കിയത്. ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ കമ്മ്യൂണിസത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രഭാഷണമോ ഒരു പ്രസംഗമോ ആഗോള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വളരെ വിനയത്തോടെ ചരിത്രം ഉദ്ധരിക്കാൻ ഞാൻ താല്പര്യപ്പെടാം. ലോകചരിത്രത്തിൽ 1848 കമ്മ്യൂണിസം ഉണ്ടാക്കിയത്. 1848 കഴിഞ്ഞിട്ട് 150 കൊല്ലമായി. 160 എത്രയല്ലേ? ഇല്ലല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഇല്ല. എത്രയായി? 160 കൊല്ലത്തിനിടയിൽ സംരക്ഷണത്തിന് വേണ്ടി വാദിച്ച ഒരു മുസ്ലിം പണ്ഡിതൻ ലോകത്തിലേക്കില്ല, ഉണ്ടായിട്ടില്ല. ഒരു മുസ്ലിം സ്ഥാപനം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം, പണ്ഡിതന്മാരും ഒരാൾ കമ്മ്യൂണിസ്റ്റായി വലിയോറ മഹലിൽ വാളക്കുളം അബ്ദുൽ ബാരി പാപ്പാന്റെ കാലത്ത് ചിന്തിക്കണം. വാളക്കുളം അബ്ദുൽ ബാരി അവരുടെ കാലത്ത് വലിയോറ മഹലിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റായി. ജനങ്ങൾ ഉപദേശിച്ചു. അങ്ങനെ അയാളെ വാളക്കുളം അബ്ദുൽ ബാരി മഹാനവരുടെ സദസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിച്ചു. നമുക്ക് മനസ്സിലാവുന്നുണ്ടാ? അതിന്റെ കൂടെ ഉണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിച്ചു. ദീനിലാക്കി വലിയോറ മഹലിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റായി. ഇതൊക്കെ നിലനിൽക്കുന്ന ചരിത്രമാകുന്നു. ഒത്തിരിയാകേണ്ട ജനങ്ങളെ ഒരിക്കലും ക്രിസ്ത്യനോട് ഒത്തിരിയാകിയാവില്ല. ഈ കാര്യമില്ല. അത് നമ്മുടെ പടയിന് പുറത്തു പോകും. വളരെ ചിന്തിക്കണം. എല്ലാവരോടും ഞാനിത് പറയാണ്. ഞാൻ വളരെ താഴ്മ